ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാ നമ്മുടെ റാസി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്കിലും നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചുല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോലെ ഇരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിന്ന് പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആ തിരുമേനി സാഹിബിനിട്ട് സെറ്റപ്പ് പണിയാ തന്നത്. നമ്മുടെ ബിരിയാണിന്റെ മുമ്പിൽ കമ്മത്തിന്റെ ദോശയും സാമ്പാർ പിടിച്ചു നിക്കോ? ഇല്ലാന്ന്. ഓ, സാഹിബ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കമ്മത്തിന്റെ 33ാമത്തെ കടയായത്. എവിടെ തുടങ്ങിയാലും കടയില് ബിവറേജസിന്റെ മുന്നിലെ മാതിരി ക്യൂവാ. എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യൂ കണ്ടിട്ട് ബിവറേജസ് എന്നും പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴല്ലേ കമ്മത്ത്. കുഴിവേലി, നമ്മുടെ കടയുടെ മുമ്പില് മറ്റൊരു ഹോട്ടൽ, നമുക്കത് സഹിക്കൂല. കമ്മത്തുമാർ കട തുടങ്ങരുത്. അന്ന് തിരുമേനിന്റെ ഹോട്ടൽ പൂട്ടിച്ച മാതിരി നിങ്ങളൊരു വഴി പറഞ്ഞേ. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ഇന്നൊരു ലേഡിയാ. പേര് മഹാലക്ഷ്മി. കുറച്ച് രൂപ മുടക്കേണ്ടി വരും. അല്ല, ആ ലേഡി കൈക്കൂലി മേടിക്കൂ? അവര് മേടിക്കില്ല, പക്ഷെ ഞാൻ മേടിക്കും. അവരെ ഒതുക്കാൻ ഇച്ചിരി പാടാ. പൊതുവെ അവർക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാത്തതിന്റെ അസുഖമാണെന്നാ ആളുകൾ പറയുന്നത്. ആയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞ കമ്മത്ത്. ഭയങ്കര സ്ത്രീലമ്പടനാ. മിണ്ടണ്ട, മിണ്ടിയാൽ സെക്രട്ടറി പോലും വഴങ്ങിപ്പോകും. മുനിസിപ്പൽ സെക്രട്ടറി എത്തി. അവൻ വളയ്ക്കാൻ ശ്രമിക്കും, വഴങ്ങരുത്. നമസ്കാരം. നമ്മൾ കമ്മത്ത്, ദേവരാജ കമ്മത്ത്, കമ്മത്ത് ഹോട്ടൽസിന്റെ പാർട്ട്ണറാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. നിൽക്കാം. മാഡം, 3 ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. മാഡം ലീവായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലേഡിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു 50-52 ആണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്. ഇതിപ്പോ ചെറുപ്പമല്ലേ? എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? 6 കണ്ടാലും ചോദിച്ചു പോകും. കല്യാണം കഴിക്കാൻ കൊടുത്താണോ? ആണെങ്കിൽ ഹസ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? കുട്ടികൾ? കല്യാണം കഴിക്കാത്ത മാഡത്തിന് കുട്ടികളോ? മാഡം ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ലേ? നമ്മളെ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല. രാമഭ്രാന്തരാ, വിട്ടോ. എന്താണ് തന്റെ പ്രശ്നം? നമ്മളുടെ ഹോട്ടൽ ലൈസൻസിന്റെ കാര്യം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കാത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മൾ രാവിലെ കാലത്ത് മുതൽ കാത്തിരിക്കാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? സ്ത്രീലമ്പടനാണെന്ന്. ഇനി അവനൊരു ചേട്ടനുണ്ട്, പേര് രാജരാജ കമ്മത്ത്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നു എന്നാ കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്? 4-5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫുഡ് കോർപ്പറേഷന്റെയും നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പഴയ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ പൂട്ടി സീല് ചെയ്തത്. ഇപ്പൊ ആ ഹോട്ടലിന്റെ പേര് കമ്മത്ത് എന്ന് മാറ്റിയാണ് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്നത്. കേസ് നിലവിലുണ്ട്. മാഡം വെറുതെ പുലിവാലി പിടിക്കണ്ട. കൗൺസിൽ അറിയാതെ മാഡത്തിനെ കബളിപ്പിച്ച് ലൈസൻസ് നേടാനാണ് അവൻ ശ്രമിക്കുന്നത്. കൗൺസിലിനെ എതിർത്തുകൊണ്ട് മാഡത്തിന് മുന്നോട്ടു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തൽക്കാല അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാഡം, ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുന്നു. തന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? കണ്ണിൽ തുപ്പരുത്. നമ്മൾക്ക് സമയം വെറുതെ കൊടുക്കാനില്ല.
മൺഡേ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ്. ലൈസൻസ് കിട്ടാതെ ഉദ്ഘാടനം. അതിനാണല്ലോ നമ്മൾ അപേക്ഷ വച്ചത്. തന്റെ ഫയൽ ഇനിയും വിശദമായി പഠിക്കാനുണ്ട്. താൻ പോയി അടുത്താഴ്ച വരൂ. അങ്ങനെ പറയരുത്. ഉദ്ഘാടനം മാറ്റിവെക്കാൻ പറ്റില്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സേട്ടൻ രാജരാജ കമ്മത്ത്. അദ്ദേഹത്തെ മാഡത്തിന് അറിയാൻ കൊടുക്കില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാതിരി ലുക്ക് ഉണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മൂക്കത്താണ് സുണ്ടി. സ്നേഹിച്ചൽ രാജമാണിക്യം, എറിഞ്ഞ പൊക്ക് രാജ. ബാക്കി നമ്മൾ പറയാൻ കൊടുക്കുന്നില്ല. തനിക്കിപ്പോ തൽക്കാലം ലൈസൻസ് തരാൻ നിർവാഹമില്ല. യു മേ പ്ലീസ് ലീവ് നൗ. അപ്പോ മാഡം നമുക്ക് ലൈസൻസ് കൊടുക്കില്ല. ഇല്ല. ഒരു മിനിറ്റ്. അയ്യോ, വെടിവെക്കരുത്. ഫോണാണ്. അണ്ണു ചാങ്ങ അങ്കാർത്തേക്ക ലൈസൻസ് ദിംനാഖൈ. ഇത് മലയാളമല്ല, കൗൺസിലർ ഹാത്തസ ഇത്തി കോർക്ക. ഇച്ചിരി കോർക്കണമെന്ന് മൈൻഡ് ചെയ്യണ്ട. യാ ഓ ഓക്കേ അണ്ണു. കരാട്ടെ ക്ലാസ്സോ? നമ്മളുടെ സേട്ടനാണ്. സേട്ടൻ പറഞ്ഞു ആ അഹങ്കാരി സെക്രട്ടറിയോടെ പോയി പണി നോക്കാൻ പറയാൻ കൊടുക്കാൻ. സേട്ടൻ ഒന്ന് വിരലിനോടിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ചെയർമാൻ വരെ ഹോട്ടലിന്റെ അവിടെ വന്ന് ലൈസൻസ് തരാൻ കൊടുക്കുമെന്ന്. താൻ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? ആ തന്റെ കാര്യവും നമ്മൾ സേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സേട്ടൻ പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ കൊടുക്കരുതെന്ന്. അതാണ് ഓർഡർ. തന്നെ മാറ്റി വെക്കണമെന്ന്. എന്തിന്? സേട്ടന് തന്നെ ഒട്ടയ്ക്ക് ഇടിക്കാൻ കൊടുക്കണമെന്ന്. ഇടിക്കാനോ? അപ്പോൾ മാഡം കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം ഈ മൺഡേ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ക്ഷണം മാഡത്തിന് ഇരിക്കട്ടെ. മാഡം വരണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കാൻ കൊടുക്കുന്നില്ല. ഇല്ല. കണ്ടില്ലേ മാഡം അവന്റെ അഹങ്കാരം. ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. മുനിസിപ്പാലിറ്റിയെ വെല്ലുവിളിച്ചോണ്ടാ കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം നടത്താൻ പോണത്. പക്ഷെ മുനിസിപ്പൽ സെക്രട്ടറി വാശിയില്ല. പെണ്ണാണെങ്കിലും ഊശിരുള്ള ജാതിയാ. ഉദ്ഘാടനം പോലീസ് തടയും. നീ ആ ബോർഡ് കണ്ട? ഒരു കമ്മത്ത് ഗ്രീൻ, മറ്റേ കമ്മത്ത് റെഡ്. റെഡ് അപകടകാരിയാണ്. ഒന്നും കാണാതെ കമ്മത്തുമാർ ഉദ്ഘാടനം വെക്കൂല. ഉദ്ഘാടനത്തിന് അന്ന് ഏറ്റം കമ്മത്ത് ഇവിടെ എത്തരുത്. എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഹോട്ടൽ തുറക്കൂല. മൂത്ത കമ്മത്ത് പാലക്കാട് ജില്ലയിൽ കാലുകുത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കമ്മത്തിനെ തല്ലി ഒടിച്ച് ഇഞ്ച പരുവത്തിലാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലാക്കാൻ പറ്റിയ ചുണക്കുട്ടികൾ എന്റെ കയ്യിലുണ്ട് സാഹിബേ. വരട്ടെ രാജരാജ കമ്മത്ത്. രാജരാജ കമ്മത്തുണ്ടോടാ വണ്ടിയില്? ഉണ്ടെങ്കിൽ പുറത്തേക്കിറക്കടാ. എന്തിനാണാവോ? തന്നെ കുറച്ചു കാലമായി ശരീരം ഒന്ന് അനങ്ങിയിട്ട്. ഇപ്പൊ വിളിക്കാം മുതലാളി. ആകട്ടെ, നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്കൊരു പിടുത്തം കിട്ടണ്ടല്ലോ. വെങ്കിട്ട് പറ്റി അറിവാൾ വടിവാൾ ഫുട്ബോൾ. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? അപ്പോൾ നമ്മൾക്ക് പാൽക്കാട്ട് ശത്രുക്കളുണ്ട്. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണെങ്കിൽ നമ്മൾ ഗുണ്ടകളെ തള്ളാറില്ല. അതിന് നമ്മൾ ആട്ടിന്റെ ഇറച്ചി, മാട്ടിന്റെ ഇറച്ചി, പുളിയുടെ ഇറച്ചി, കോഴിയുടെ ഇറച്ചി, മീനിന്റെ ഇറച്ചി എല്ലാം കൊടുത്തു വളർത്തുന്ന ഒരു പോത്തുണ്ട്. ആരാണ് അയാൾ? ആരായിരിക്കും? ഇയാളാണ് പേര് ഗോപി. ഇയാൾ ശരിക്കും അടിക്കും. നല്ല അടിക്കാരനാണ്. വേണമെങ്കിൽ ഒന്ന് നോക്കൂ. നല്ല ചാൻസ് അല്ലേ? അരെ ഗോപി. ഓ എന്താ മുതലാളി? തല്ലിയാൽ മതി, കൊല്ലണ്ട. അരെ ഗോപി ആരംഭില്.
ഇങ്ങോട്ട് എണീറ്റ് വാള. ആ? തനിക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? താൻ ഇയാളെ തള്ളി തോൽപ്പിച്ചാൽ നമ്മൾ തന്നെ തള്ളാൻ വരുമെന്ന് വിചാരിച്ചു അല്ലേ മണ്ടൻ? അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഊപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കടോ. പറയടാ